കാട്ടാനാക്രമണത്തിന് സമാനമായി നാട്ടാനാക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ്. ഉത്സവങ്ങളിലും ആഘോഷ പരിപാടികളിലുമുള്ള ആന എഴുന്നള്ളത്തിൽ നിയന്ത്രണം വേണ്ടേ? പൊതുജനത്തിന് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാം. അല്ല, നിയന്ത്രണം വേണമെന്ന് പറയുന്നില്ല. പക്ഷേ കടുത്ത നിയന്ത്രണം പാടില്ല. ആന ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉത്സവം നടത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ 100 ആനയും 200 ആനയൊന്നും വെക്കാതെ ഒരു നിയന്ത്രിക്കാൻ പറ്റുന്ന അളവിലുള്ള ആനകളെ വെച്ചുകൊണ്ട് ഉത്സവം ഭംഗിയായി നടത്തുന്നില്ല. ഉത്സവത്തിന് ആന നിയന്ത്രണം വേണം. എന്തിനാ ആളുകൾ വെറുതെ ഇങ്ങനെ ആവുമല്ലേ, കൊല്ലുകയല്ലേ? ആന നിയന്ത്രണം എന്തായാലും കൊണ്ടുവരണം. മറ്റേ ആനയെ ഡമ്മി ആനയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് എഴുന്നള്ളിച്ച് നടത്താമല്ലോ സുഖമായിട്ട്. ആനനെ കാട്ടിലേക്ക് തുറന്നു വിടുന്നത് നല്ലത്. ആന എഴുന്നള്ളിക്കേണ്ട യാതൊരു ആവശ്യമില്ല. തീർച്ചയായിട്ടും വേണം. ഒന്നാമത് പിന്നെ സ്വന്തം സുരക്ഷ നമ്മളെ ജനങ്ങളെ നോക്കണം. ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. അത് മനുഷ്യന്മാരെ പോലെ തന്നെ മൃഗങ്ങളെയും ബാധിക്കുന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പിന്നെ തീർച്ചയായിട്ടും വേണമല്ലോ. ഇത് ആനകളുടെ ഉമ്മറത്തല്ലേ പോയി നിൽക്കണേ, അത് കാട്ടിച്ചെന്തുമല്ലേ. അതിൻ്റെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണില്ല, ആരും ഒന്നും ചെയ്യണില്ലല്ലോ. ജനങ്ങൾക്കൊന്നും ഭയമില്ലല്ലോ ഒന്നല്ലോ. മനുഷ്യന്മാരുടെ ഇടയിലേക്കാണ് ഒരു വലിയൊരു കാട്ടിലത്തെ ഒരു മൃഗത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു മാനദണ്ഡങ്ങൾ നിർത്തിയിട്ട് വേണം. കാരണം മനുഷ്യർക്കും ജീവിക്കണ്ടേ. നിയന്ത്രണം അത്യാവശ്യമാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. നമ്മൾ നിയന്ത്രണം ആവശ്യമുണ്ട്. ഞാൻ പറയുന്നത് ഈ എഴുന്നള്ളത്ത് എന്തിനാന്നുള്ളതാണ്. ആന എഴുന്നള്ളപ്പ് നിർത്തി വെക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. നിർബന്ധമായിട്ടും വേണം. ഈ എഴുന്നള്ളത്തിന് ആനേനെ ഒഴിവാക്കണമെന്ന് പറയുന്നു. ശക്തമായൊരു നിയന്ത്രണം ഇവിടെ ഇല്ല. വേണം, ഇത് വേണം എന്തായാലും. ഉത്സവത്തിന് ആന എന്തായാലും വേണം. പക്ഷെ അതിനുള്ളൊരു നടപടി വേറെയും വേണം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾ എത്രയോ മരിക്കുന്നത് ഇപ്പോൾ ഈ ആനേനെ കൊണ്ടുവച്ചിട്ട്. ആനയ്ക്ക് അതിൻ്റെതായ ഉപദ്രവം ഉണ്ടാവും. ചെവിയിലൊക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ അതൊക്കെ ആയിരിക്കും പ്രശ്നം വരുന്നത്. പഴയ കാലത്ത് ആചരിച്ച് വരുന്നൊരു ആചാരമാണല്ലോ, അത് വിട്ടു പോകാനും പാടില്ല. പക്ഷേ ആനേൻ്റെ ഉപദ്രവം ഉണ്ടാവാനും പാടില്ല. നിയന്ത്രണം വേണം, എഴുന്നള്ളിപ്പും വേണം, രണ്ടും വേണം. ദൈവത്തിന് ഈ ആനനെ കൊണ്ട് എന്താ കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആന എഴുന്നള്ളത്ത് എത്രയോ കാലം മുമ്പേ നിർത്തേണ്ടതാണ്. ഇത്രയും ചൂടിൽ ഇത്രയും ദൂരം ഒരു രാത്രി മുഴുവൻ ഉറക്കൊഴിക്കുന്ന ചെണ്ടക്കാരെക്കാളും കഷ്ടമാണ് ഇവരുടെ സ്ഥിതി. അപ്പോൾ ആന ഇല്ലെങ്കിൽ ഉത്സവമുണ്ട്, ആന വേണം എന്ന് ഒരു കിതാബിലും പറയുന്നില്ല.